സമയമിതാ വന്നെത്തിയിരിക്കുന്നു. റഷ്യയും ചൈനയും ഇന്ത്യയും ഒന്നിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിരിക്കുന്നു. ഇപ്പോഴിതാ റഷ്യ, ചൈന, ഇന്ത്യ സഖ്യം വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയും പോളണ്ടും തമ്മിൽ ഉടനെ തന്നെ ഒരു ആക്രമണത്തിൽ ഏർപ്പെടും എന്ന് വിചാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോളണ്ടിനെ ബാക്ക് ചെയ്യാൻ ജർമ്മനിയും ഫ്രാൻസും അടക്കം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ ആ പഴയ RCI സഖ്യത്തെ പൊടിതട്ടിയെടുക്കാനായി ശ്രമം നടത്തുക മാത്രമല്ല, റഷ്യ മുൻകൂട്ടി കണ്ട് 20ഓളം ചർച്ചകൾ അവിടെ നടത്തിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യ, ഇന്ത്യ, ചൈന ത്രിരാഷ്ട്ര ബന്ധത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി മോസ്കോ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പ് ഏഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യൂറൽ പർവ്വതനിരകളിലെ പേം നഗരത്തിൽ യുറേഷ്യയിൽ ഏറ്റവും തുല്യവുമായ സുരക്ഷാ സഹകരണ സംവിധാനമാണ് ഇതിലൂടെ രൂപീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര സാമൂഹിക രാഷ്ട്രീയ സമ്മേളനത്തെ പ്ലീനറി സെഷനിൽ അഭിസംബോധന ചെയ്ത് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന RIC ഫോർമാറ്റിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ മോസ്കോ ആത്മാർത്ഥമായുള്ള താല്പര്യമുണ്ട് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് വ്യാഴാഴ്ച പറഞ്ഞിരിക്കുന്നത്. മുൻ റഷ്യൻ പ്രധാനമന്ത്രി യെവ്ജനി പ്രിമാക്കോവിൻ്റെ മുൻകൈയിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 3 ട്രോയ്ക്കകളുടെ ഫോർമാറ്റിൽ വിദേശ നയമേധാവികളുടെ തലത്തിൽ മാത്രമല്ല 3 രാജ്യങ്ങളിലെ മറ്റ് സാമ്പത്തിക വ്യാപാര ഏജൻസികളുടെ തലവന്മാരുടെ തലത്തിലും മന്ത്രിതലത്തിൽ 20ലധികം തവണ മീറ്റിങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത്. അതായത് 20ലധികം തവണ മീറ്റിങ്ങുകളടക്കം സംഘടിപ്പിച്ചു കഴിഞ്ഞു ഈ കാര്യം ചർച്ച ചെയ്യാൻ. യൂറോപ്പ് ഏഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യൂറൽ പർവ്വതനിരകളിലെ പേം നഗരത്തിൽ യുറേഷ്യയിൽ ഏകവും തുല്യവുമായ സുരക്ഷാ സഹകരണ സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നു മുതൽ അതിർത്തിയിലെ സ്ഥിതി എങ്ങനെ ലഘൂകരിക്കാമെന്നതിനെക്കുറിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ RIC ട്രോയ്ക്കയുടെ പുനരുജ്ജീവനത്തിനുള്ള സമയം വന്നിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നുവെന്നാണ് ലാവ്റോവ് ഊന്നി പറയുന്നത്. ഇന്ത്യയെ ചൈന വിരുദ്ധ ഗൂഢാലോചനകളിലേക്ക് ആകർഷിക്കാൻ നാറ്റോ ആണ് ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ തെറ്റിക്കുന്നത് നാറ്റോ ആണ്. അങ്ങനെയുള്ള നാറ്റോ, ഗൂഢാലോചനകൾ മെനയുന്ന നാറ്റോ പരസ്യമായി അതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലാവ്റോവ്. നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ അവരുമായുള്ള രഹസ്യ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഈ പ്രവണതയെ ഒരു വലിയ പ്രകോപനമായി കണക്കാക്കണമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നുവെന്നും ലാവ്റോവ് പറയുന്നു. 2020 ജൂണിലെ ഗാൽവാൻ പ്രതിസന്ധിക്ക് ശേഷം RIC ട്രോയ്ക്ക മരവിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പ്രകടിപ്പിച്ചപ്പോൾ ഒരു മഞ്ഞുരുകൽ പോലെയാണ് അന്ന് RIC ട്രോയ്ക്കയ്ക്ക് തോന്നിയത് എന്നാണ് ഇപ്പോൾ ലാവ്റോവ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.